അതൊന്നും നിസ്സാരമായി നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരമൊരു നിയമം പാസ്സാക്കുമ്പോൾ, അതായത് ജന്മിയിൽ നിന്നും ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകന് ഭൂമിയുടെ അവകാശം കൊടുക്കണം എന്ന നിയമം പാസ്സാക്കുമ്പോൾ, ജന്മിയിൽ നിന്നും ഭൂമി പാട്ടത്തിനെടുക്കാൻ റിച്വലിസ്റ്റിക്കലി ആചാരപരമായി അധികാരമില്ലാത്ത വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് നമ്മുടെ ഭരണകർത്താക്കൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നിടത്താണ് പ്രശ്നം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പണിയെടുക്കുന്നവരെല്ലാവരും പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്തവരല്ല. കുറച്ചു പേരങ്ങനെയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമിയിൽ പണിയെടുത്ത വലിയൊരു വിഭാഗത്തിന് ആചാരപരമായി ജന്മിയിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുക്കാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ കാരണം അവൻ പണിയെടുക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ജാതി വ്യവസ്ഥ അത് അനുവദിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് കാസ്റ്റ് നമ്മുടെ നിയമത്തിൽ ഇടപെടുന്നത് അങ്ങനെയാണ്. കാസ്റ്റ് നമ്മുടെ നിയമത്തിൽ കാസ്റ്റിനെ സമഗ്രമായി മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ നിയമം ഏകപക്ഷീയമായി ഭൂമി വിതരണം ചെയ്തപ്പോൾ ചില പ്രത്യേക വിഭാഗങ്ങളിലേക്ക് മാത്രം ഭൂമി പോകാൻ കാരണമായി തീരുകയും, അപ്പോൾ അവരോടെന്തോ പ്രത്യേക കൂറുള്ളത് കൊണ്ടല്ല. ഈ നിയമം പാസ്സാക്കുമ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് ഈ നിയമം നടപ്പിലാക്കുമ്പോൾ ആദിവാസിക്കോ സ്വയം പാട്ടക്കാരനാവാൻ കഴിയാത്ത അൺടച്ചബിൾ ജാതികൾക്കോ ഭൂമി കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു വിതരണം സാധ്യമാക്കണമാണ്. അത് ചെയ്തില്ല. അതിന് പകരമായി എന്ത് ചെയ്തു? അവർക്കെല്ലാം കുടികിടപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തു. ജീവിക്കാൻ ആവശ്യമാണ്, വീട് വെക്കാൻ ആവശ്യമാണ് 10 സെൻറ്റ് പഞ്ചായത്ത്, 5 സെൻറ്റ് മുനിസിപ്പാലിറ്റി, 3 സെൻറ്റ് കോർപ്പറേഷൻ കൊടുത്തു. ഭൂമി വിതരണം ചെയ്തപ്പോൾ ഒരു കുടുംബത്തിന് 5 സ്റ്റാൻഡേർഡ് ഏക്കറാണ് ഒരു കുടുംബത്തിന്. അധികം വരുന്ന മെമ്പറിന് വീണ്ടും 2 ഏക്കർ വെച്ചാൽ 20 ഏക്കർ വരെ ഒരു കുടുംബത്തിന് കൈവശം വെക്കാം. അതാണ് നിയമം. അപ്പോൾ കുറേ പേർക്ക് കുടികിടപ്പ് അവകാശം കിട്ടി, കുറേ പേർക്ക് ഈ പറഞ്ഞ ഭൂമി വിതരണത്തിലൂടെ 5 സ്റ്റാൻഡേർഡ് ഏക്കർ കിട്ടും. ഇവിടെ നമ്മൾ പരിശോധിക്കുക, കേവലമായി അത് കിട്ടിയോ ഇത് കിട്ടിയോ എന്നുള്ളതിനപ്പുറം ഭാവനാപരമായി നമ്മൾ മാറി. ഒരു സ്റ്റേറ്റ് ഒരു പൗരന് 5 ഏക്കർ ഭൂമി കൊടുക്കുമ്പോൾ എന്താണ് ആ സ്റ്റേറ്റ് ആ പൗരനോട് പറയുന്നത്? ഒരു കാര്യം, ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് നിനക്ക് 5 ഏക്കർ തരും. ഈ 5 ഏക്കറിനകത്ത് കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങളുണ്ടാക്കി അത് വിറ്റ് മാന്യമായി അന്തസ്സായി ഈ സമൂഹത്തിൽ ജീവിച്ചു കൊള്ളണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വെറുതെ വിറ്റ് തുലച്ച് കളയാതെ അതൊരു അസറ്റായി കണ്ട് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് മാന്യമായി ജീവിച്ചോളെന്നാണ് അതിൻ്റെ അർത്ഥം. 10 സെൻറ്റ് കൊടുത്തവരോട് എന്തായിരിക്കും ഈ സ്റ്റേറ്റ്, അതേ സ്റ്റേറ്റ് തന്നെ പറയുന്നത്, നിനക്ക് വീട് വെക്കാൻ 10 സെൻറ്റ് സ്ഥലം തന്നിട്ടുണ്ട്, നീ അവിടെ വീട് വെച്ച് ബാക്കിയുള്ളവർ പറമ്പിൽ പോയി പണിയെടുത്ത് മര്യാദയ്ക്ക് ജീവിച്ചോളൂ. ഒരേ നിയമം തന്നെ 2 വർത്തമാനങ്ങൾ സ്വന്തം പൗരന്മാരോട് പറയുന്ന ഒരു ഇരട്ട നാവ് ഈ നിയമത്തിനകത്ത് കിടക്കുന്നു. അതാണ് ആ വിവേചനത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇത് വിതരണം ചെയ്യും. ഒരു കുടുംബത്തിനും ഭൂമി വിതരണം ചെയ്യും. നിർബന്ധമായി സ്ത്രീകൾക്ക് എൻ്റെ മേൽ അവകാശം ഉണ്ടായിരിക്കണം. ഈ നിയമം വാശി പിടിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ് വാശി പിടിക്കാതിരുന്നത്? ആ പുരുഷൻ്റെ സ്വത്ത് സ്ത്രീക്കാണല്ലോ എന്ന പുരുഷബോധമാണ് ആ നിയമത്തിൻ്റെ പിന്നിലുള്ളത്. കേർഗിവരിയായിരിക്കും കാർഷിക ബന്ധത്തിൽ നിയമമൊക്കെ അവതരിപ്പിച്ചത് കേർഗിവരിയായിരിക്കും. പക്ഷേ പുരുഷൻ്റെ സ്വത്ത് സ്ത്രീക്കുള്ളതാണല്ലോ, ഞാനവിടെ നോക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ പ്രത്യേകിച്ച് അവർക്ക് എഴുതി വെക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പുരുഷബോധമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അല്ലെങ്കിൽ അതിൽ തുല്യ അവകാശം ചാർത്തപ്പെടുമായി. അങ്ങനെ ചാർത്തേണ്ട കാര്യമില്ല. കാരണം എന്തെന്നാൽ സ്ത്രീ പുരുഷന് അനുബന്ധ ബീയിങ്ങാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഡിപെൻഡൻ്റ് ക്രീച്ചർ. സ്ത്രീ ഒരു സ്വതന്ത്ര വ്യക്തിയോ സ്വതന്ത്ര പൗരയോ അല്ല, പുരുഷൻ്റെ അനുബന്ധ ഘടകം മാത്രമാണ്. അതുകൊണ്ട് അവളെ പ്രത്യേകമായി അംഗീകരിക്കേണ്ടതില്ല. അത് സ്വത്ത് കൊടുക്കുമ്പോഴാകട്ടെ, അന്തസ്സ് കൊടുക്കുമ്പോഴാകട്ടെ, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാകട്ടെ, പൗരാവകാശം കൊടുക്കുമ്പോഴാകട്ടെ ഒന്നും അവർക്ക് തുല്യത കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച പാട്രിയാർക്കി സമൂഹത്തിലാണ്
ആ പാട്രിയാർക്കിയുടെ ഇന്ത്യൻ പാട്രിയാർക്കിയുടെ പ്രത്യേകത അത് കേവലം പാട്രിയാർക്കി, അത് ഇറ്റ് ഈസ് എ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി. ഒരേ സമയം അത് ബ്രാഹ്മണിക്കലാണ്, കാസ്റ്റീസ്റ്റാണ്, അതോടൊപ്പം തന്നെ പാട്രിയാർക്കിക്കലാണ്. അപ്പോൾ സ്ത്രീകൾ നമ്മുടെ കേരളത്തിലുണ്ടായൊരു സംഭവം, സ്ത്രീകളോട് ശബരിമലയിൽ പ്രവേശിച്ചതാണ്. ശബരിമല സ്ത്രീകൾ പോകണം റിച്വലിസ്റ്റിക്കലി ശരിയാണെന്നുള്ള കാര്യമൊക്കെ വരും. ഞാൻ അതിലൊരു ചെറിയൊരു കാരണം അഭിപ്രായമുള്ള ഒരാളാണ്. നിങ്ങൾക്ക് എങ്ങനെ അഭിപ്രായം വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം അതിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. കേരളത്തിൽ വലിയ ജാഥ നടത്തും ഈ ഇതിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് കേരണ്ടെന്നും പറഞ്ഞാൽ സ്ത്രീകൾ ജാഥ ഓർക്കണം. കേരളമെന്ന് പോകണ്ടെന്ന് വെച്ചാൽ പോലെ ഇവരെന്തിനാ തെരുവിൽ വന്ന് ഞങ്ങൾക്ക് കേരളത്തെ എന്ന് വിളിക്കുന്നു. അതൊരു പാട്രിയാർക്കി നീക്കമാണ്. നമ്മൾ സ്ത്രീകൾ പുരുഷൻ്റെ അനുബന്ധ വസ്തുക്കളാണെന്ന് കേരളത്തിൽ തെളിയിച്ച ഒരു പ്രൊസഷനാണ്. ഞാൻ കേരണ്ടെന്നും പറഞ്ഞ് എന്തിനാണ് സമരം ചെയ്യുന്നത്? കേരളം എന്ന് പറഞ്ഞ സമരം ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ പോകണ്ടെന്നാണ് പോകണ്ട വീട്ടിൽ ഇരുന്നാൽ പോരെ. അതുപോലെ തെരുവിൽ വന്ന് കൂട്ടത്തോടെ പറഞ്ഞ് ഞങ്ങൾക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഈ പോകേണ്ടെന്ന് പറഞ്ഞ് ആരാണ് നോക്കുക? ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, കോളേജ് പ്രൊഫസർമാർ ഒക്കെയാണ് വിദ്യാഭ്യാസമുള്ളവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അപ്പോൾ നമുക്കൊരു സങ്കല്പമുണ്ട്, വിദ്യാഭ്യാസം കൂടും തോറും ജാതിയും അന്ധവിശ്വാസവും കുറഞ്ഞു വരും. അപ്പം തെറ്റാന്ന് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇല്ലേ? നമ്മുടെ വിദ്യാഭ്യാസം തന്നെ ജാതി സമൂഹത്തിനകത്ത്, പാട്രിയാർക്കി സമൂഹത്തിനകത്ത് സവിശേഷമായ അതിൻ്റെ കരിക്കുലം നിർമ്മിച്ചിരിക്കും. നമ്മൾ പഠിക്കുന്നത് ഒരു ബാഗിൽ പ്രത്യേകം വെച്ചേക്കുക. പള്ളിക്കൂടത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ബാഗിൽ പ്രത്യേകം വെച്ചേക്കുക. നമ്മുടെ ജീവിതം മറ്റൊരു ബാഗിലായിരിക്കും. നമ്മൾ ആ ജീവിതമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിച്ച പാഠങ്ങൾ നമുക്ക് ജീവിതത്തിൽ ബാധകമല്ല. അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് സ്ത്രീകൾ മെൻസ്ട്രസ് പീരീഡിൽ അശുദ്ധരാണെന്ന് മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ ഒരു ഡോക്ടർക്ക്, MBBS ഡോക്ടർക്ക് കഴിയുന്നത് അവർ പഠിച്ചത് അവർക്ക് കാര്യമില്ല. അപ്പോൾ ശാസ്ത്രം പഠിച്ചത് കൊണ്ട് നമ്മളിതൊന്നും ഉപേക്ഷിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. സ്ത്രീ ഒരു മോശപ്പെട്ട വസ്തുവാണെന്നുള്ളത് ഒരു പാട്രിയാർക്കി സമൂഹം എന്നതിൽ സ്ത്രീയും പുരുഷനും ആന്തരവൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീ തന്നെ ഇറങ്ങിയെന്ന് പറയാൻ ഓടുന്നതാണ്. അപ്പോൾ അവർ വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന കാര്യമല്ല. കാരണം ഇതൊരു ധാർമ്മിക പ്രശ്നമാണ്. ഇത് നമ്മളുടെ തന്നെ ആന്തരികമായ മനോഭാവത്തിൻ്റെ പ്രശ്നമായിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ കാസ്റ്റ് സ്റ്റഡീസിൽ, ജെൻഡർ സ്റ്റഡീസിൽ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കേണ്ടതിൻ്റെ സംഭവമാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും കാസ്റ്റ് സ്റ്റഡീസ് പുറത്തു നിൽക്കുന്നത്? ഇത്രയും പ്രധാനമാണ് കാസ്റ്റ്. നമ്മുടെ പത്രമാധ്യമങ്ങൾ, മാട്രിമോണിയിലൊക്കെ എടുത്താൽ നമുക്കറിയാം ജാതി എത്ര പ്രധാനം. നമ്മുടെ തന്നെ ജീവിതം നമ്മൾ സത്യസന്ധമായി പരിശോധിച്ചാൽ നമുക്കറിയാം ജാതി എത്ര പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിച്ചുകൊണ്ട്. നമ്മുടെ വിവാഹം, മരണം, ജനനം, ആചാരങ്ങൾ, അനുഷ്ഠാനം, ഇതിലെല്ലാം ജാതി ഇടപെടുന്നുണ്ട്. അത് സതീഷ് ദേശ്പാണ്ഡെ ലോകപ്രസിദ്ധനായൊരു സോഷ്യോളജിസ്റ്റാണ്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം പറഞ്ഞൊരു രസകരമായൊരു നിരീക്ഷണമാണ്. ജാതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജാതി എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർ അൾഷിമേഴ്സ് ബാധിച്ചവരെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ. നമ്മുടെയൊക്കെ ഒരു സ്വഭാവമായി പറയുന്നത്. ജാതി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? ജാതിയോ അത് എനിക്കില്ലാത്ത കാര്യമാണ്. എന്നിട്ട് വീട്ടിലാർക്കൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പരസ്പര ബന്ധമില്ലാതെ നമ്മൾ സംസാരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, നമ്മളിൽ ഇടപെടുന്നുണ്ട്. നമ്മളത് തുറന്ന് സമ്മതിക്കണം. നമ്മൾ ആ കെണിയിൽ നിന്ന് പുറത്ത് കിടക്കണം. എന്തുകൊണ്ടാണ് ആ കെണിയാണെന്ന് പറയുന്നത്? ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള, ഡീഹ്യൂമനൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ സ്ഥിതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ സുന്ദരിമാരും സുന്ദരന്മാരും ഇല്ല. കേരളത്തിൽ സുന്ദരിമാരെ നമുക്ക് കാണാൻ പറ്റില്ല. മാട്രിമോണിയൽ കോളത്തിൽ ഈഴവ സുന്ദരിമാർ, നായർ സുന്ദരിമാർ, ബ്രാഹ്മണ സുന്ദരിമാർ, ചേരമ സുന്ദരിമാർ ഒക്കെയുള്ളൂ.
സുന്ദരി എന്ന് പറയുന്ന കാറ്റഗറിയാണ്. എങ്ങനെയാണ് ഈ സുന്ദരിമാർ വളരെ പെട്ടെന്ന് നായർ സുന്ദരിയായിട്ട് പരിവർത്തനം ചെയ്യുന്നത്? അതിലൊരു കുഴപ്പമുള്ളതായിട്ട് നമുക്ക് ആർക്കും തോന്നുന്നുള്ളൂ. നമുക്ക് തോന്നുന്നത് പോലുമില്ല. നായർ സുന്ദരിയുണ്ട്, എന്നാൽ പിന്നെ ഒരു അപേക്ഷ കൊടുത്തേക്കാണെന്ന് വിചാരിച്ചത്. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തെ ഇത് പൊതിഞ്ഞു നിന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല കാസ്റ്റ് പ്രവർത്തിക്കുന്നു. അപ്പോൾ കാസ്റ്റിൻ്റെ മർമ്മപ്രധാനമായ ഒരു ജെൻഡറിൻ്റെയും മർമ്മപ്രധാനമായ കൺട്രോളിങ് സംഗതി ഒന്ന് വിഭവങ്ങൾ കീഴ്ത്തട്ടിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ്. എങ്കിലേ മേൽത്തട്ടിന് നിയന്ത്രണം നിൽക്കത്തുള്ളൂ. അതാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥതയിൽ ഇത്രയും അൺഇക്വാളിറ്റി നമ്മൾ കാണണം. സ്ത്രീയുടെ ലൈംഗികതയെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവൾ സ്ഥിരം അനാഥയായി കുടുംബത്തിനകത്ത് നിലനിർത്തുക എന്നുള്ളത്. കുടുംബത്തിനകത്ത് കുടുംബ വിളക്കാന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ചുമ്മാ പറയുന്ന ഒരു വിളക്കുമില്ല. അവർ മരിക്കുന്നവരെ അടുക്കള പണിയെടുത്ത് എനിക്ക് ഭക്ഷണം തരണമെന്ന് മാത്രമേ ഈ വിളക്കെന്നുള്ള വാക്കിന് അർത്ഥമുള്ളൂ. വേറെ ഒരു അർത്ഥവും അതിലില്ല. സ്ത്രീകൾ എനിക്കെൻ്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമല്ലാതെ എനിക്ക് വേറെ ഒരു ഭക്ഷണം ഇഷ്ടമല്ലെന്നൊക്കെ പുരുഷന്മാർ പറയും. അത് വെറുതെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന. പുരുഷൻ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ അത് കേട്ട് അത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചു ഓലനും തോരനും കാളനും മോരും എല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അതെല്ലാം നിന്ന് അയാൾ സുഖമായിട്ട്. അതാണ് പാട്രിയാർക്കിയുടെ ഒരു തന്ത്രമാണ്. പുരുഷൻ മോശക്കാരനായതുകൊണ്ടല്ല, അത് പാട്രിയാർക്കിയുടെ ഒരു മോഡസ് ഓപ്പറണ്ടിയാണ്. ഇത് തന്നെയാണ് കാസ്റ്റിൻ്റെയും മോഡസ് ഓപ്പറണ്ടി. മേൽജാതി സമൂഹങ്ങൾ എന്ന് പറയുന്നവർ സ്വയം വിചാരിക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്കെന്തോ വലിയ സംസ്കാരമുണ്ട്. യഥാർത്ഥം സൂക്ഷ്മമായും വിശദമായും പഠിക്കാൻ അങ്ങനെ അവകാശപ്പെടാൻ ഒരു ജാതിക്കും വലിയ അർഹതയൊന്നുമില്ല. എല്ലാവരും ഏതാണ്ടൊക്കെ ഒരുപോലെയൊക്കെ തന്നെ ജീവിച്ചവരാണ്. നമ്മൾ നൂറ്റാണ്ടുകളായി വലിയ സംസ്കാരത്തിന് ഉടമ, അങ്ങനെ സംസ്കാരത്തിന് ഉടമകളായ ജാതികളൊന്നുമില്ല. നമുക്ക് അവർക്ക് തോന്നുന്ന അതൊക്കെ ഒരു 100 വർഷം മുമ്പ് കേരളത്തിലെ മനുഷ്യൻ എങ്ങനെ ജീവിച്ചെന്ന് നോക്കിയാൽ നമുക്കത് പിടികിട്ടും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് കീഴ്ത്തട്ടിന് മാത്രമാണ് അതില്ലാത്തത്, മേൽത്തട്ടുള്ള സുഖിതമായ ഒരു സംഭവം. കേരളത്തിലെ മരുമക്കത്തായ സ്ത്രീകളുടെ എന്തോ പദവിയെ വളർത്തിയതാണെന്നാണ്. കേരളത്തിലെ മരുമക്കത്തായ ശാസ്ത്രീയമായി പഠിക്കപ്പെടുന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് എന്ത് സ്വത്തുടമസ്ഥതയും എന്ത് നിയന്ത്രണാധികാരവും ഉണ്ടായിരുന്നെന്നാണ് ഈ പറയുന്നത്. കേരളത്തിലെ സ്ത്രീകൾ പുരുഷൻ അച്ഛൻ്റെ സ്വത്ത് മകന് കിട്ടാതെ പോയതിൻ്റെ കാരണം സ്ത്രീകളുടെ പവറാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കരുതുന്നതിൻ്റെ തെറ്റാണ്. അങ്ങനല്ല. അച്ഛൻ തന്നെ പലരായിരിക്കെ മകനിലേക്ക് അത് കൈമാറാൻ പറ്റില്ലേ? അപ്പം പിന്നെ ഉറപ്പുള്ളത് അമ്മയാണ്. അമ്മയിലൂടെ സ്വത്ത് കൈമാറ്റം. ഇതായിരുന്നു അതിൻ്റെ പ്രതിസന്ധി. യഥാർത്ഥ ക്രൈസിസ് അതായിരുന്നു. നമ്മളിന്ന് കാണുന്ന പോലെ അണുകുടുംബമായിട്ടൊരു ഭർത്താവിനെ കെട്ടി ജീവിച്ചവരല്ല അന്നത്തെ സമൂഹങ്ങൾ. പല ജാതികൾ, ഒരു ജാതിയല്ല, പല ജാതികൾ. അപ്പോൾ അച്ഛന്മാരിൽ ഉറപ്പില്ല. അപ്പോൾ മക്കൾ കൊടുക്കാൻ പറ്റില്ല. ഉറപ്പുള്ളത് പിന്നെ അമ്മയുടെ തായ്വഴിയിലൂടെയാണ് സ്വത്ത് കൊടുത്തത്. ഈ സ്വത്ത് യഥാർത്ഥത്തിൽ കൺട്രോൾ ചെയ്തതാണ് സ്ത്രീകളല്ല, അമ്മാവന്മാരാണ്. MDയുടെ നോവലൊക്കെ വായിച്ച നമുക്ക് മനസ്സിലാവും. അമ്മാവന്മാരാണ്. മലയാളികൾ ഈ അമ്പിളി അമ്മാവൻ എന്ന് പറഞ്ഞു, അമ്പിളി അമ്മായി എന്ന് പറയുന്നത് പറയാമല്ലോ. അമ്പിളി അമ്മായി എന്ന് പറയാറുണ്ടല്ലോ. എന്താ പറയാൻ? അമ്മായി പ്രസക്തമല്ലെന്നേ, അമ്മാവൻ തന്നെയാണ് പ്രസക്തി. നമ്മുടെ ഇത്തരം സൂക്ഷ്മ ബോധങ്ങളെ പോലും നിർമ്മിക്കുന്നതിൽ കാസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് നമ്മളെന്തോ 10,000 കൊല്ലമായിട്ട് എന്തോ വലിയ സംസ്കാരം കൊണ്ട് നടന്നവരാണെന്നൊക്കെ പറയുന്നത് ഇവരുടെ ഇങ്ങനെ പറഞ്ഞ് നടക്കാമെന്നുള്ളതല്ലാതെ അതൊന്നും മനുഷ്യരെന്ന നിലയിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നില്ല. നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ കെണിയിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വി ഷുഡ് ബി മോർ ഹ്യൂമൻ. നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരായിരിക്കണം. മനുഷ്യരെ പുറത്ത് നിർത്താൻ, വീടിൻ്റെ പുറത്ത് നിർത്താനല്ല, അവനെ വിളിച്ച് അകത്ത് കയറ്റി അവനെ അതിഥിയായി സ്വീകരിച്ച് അവനെ ഈക്വലായി പ്രഖ്യാപിച്ച് അവനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. പുറത്ത് നിർത്തുന്ന അന്തസ്സാണെന്ന് കരുതുന്നവരാണ് നമ്മൾ. അത് നമ്മുടെ ഒരു തകർച്ചയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നല്ല മനുഷ്യരായി മാറാത്തതിൻ്റെ ഒരു പ്രകടനമാണ് ആൾക്കാരെ പുറത്ത് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വത്തുടമസ്ഥതയിൽ, ഭൂമിയുടെ ഉടമസ്ഥതയിൽ കേരളത്തിൽ ഭൂമിയുടെ വിതരണം നടന്നിട്ടും കിട്ടാതെ പോയതിൻ്റെ പിന്നിൽ കാസ്റ്റും ജെൻഡറും അത് നിർമ്മിച്ചിരിക്കുന്ന സാമൂഹിക ബോധവും സാമൂഹിക ബന്ധവും നിർണായകമായി ഇടപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ
ഇനിയൊരു റീഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാറ്റഗറികൾ. ഭൂമി ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ വിതരണം ചെയ്താൽ അവിടെ പരിഗണിക്കപ്പെടേണ്ട 2 കാറ്റഗറികൾ, ഒന്ന് കാസ്റ്റ്, ഒന്ന് ജെൻഡറുമായി. കാസ്റ്റിൻ്റെ പേരിൽ ഒരു കൂട്ടത്തിന് ഭൂമി കിട്ടാതെ പോകും. ജെൻഡറിൻ്റെ പേരിൽ ഒരു കൂട്ടത്തിനും ഭൂമിയുടെ ഉടമസ്ഥത കിട്ടാതെ പോകും എന്ന ബോധപൂർവമായ ഒരു ഇൻ്റർവെൻഷൻ ജനാധിപത്യ ലോകത്തിലെ പൗരന്മാരെന്ന നിലയിൽ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ക്രൈസിസിനെ മറികടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ നീതിപൂർവകമായ ഒരു സമൂഹമായി നമുക്ക് മാറാം. മലയാളി സമൂഹത്തിന് കൂടുതൽ മുന്നോട്ട് പോകും. നിങ്ങൾക്കറിയാമോ, 30,000 കോളനികൾ, ദളിത് കോളനികളുണ്ട്, 5,000 ആദിവാസി കോളനിയുണ്ട്. സർക്കാർ ഔദ്യോഗിക കണക്കാണ്. 14 ജില്ലകളിലായിട്ട് 30,000 കോളനി. അത് നേരിട്ട് പഠിച്ച PhD സ്റ്റുഡൻറ്റ് പറയുന്നത് 30 അതിനേക്കാൾ വളരെ കൂടുതലാണ്. നഗരത്തിലെ ചേരി പ്രദേശങ്ങൾ പലതും കൂട്ടിയിട്ടില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് മലയാളി കുടുംബങ്ങളാണ് ചേരികളിലും കോളനികളിലൊക്കെ ജീവിക്കേണ്ടി വരുന്നത്. എന്നാൽ ഏഷ്യയിലെ സിംഗിൾ ഓണർഷിപ്പ്, ഏറ്റവും വലിയ സിംഗിൾ ഭൂ ഓണർഷിപ്പുള്ള കേരളത്തിലാണ്. ടാറ്റയ്ക്കാണ് ഏഷ്യയിൽ ഒരു വ്യക്തി, ഒരു സ്ഥാപനം ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലം കേരളമാണ്. മനസ്സിലാക്കണം. ഭൂപരിഷ്കരണത്തിന് ഒഴിവാക്കി തോട്ടത്തെ. ആ തോട്ടത്തിലാണ് പെമ്പിളി ഒരുങ്ങി സമരം. ആണ് എൻ്റെ ഒരു പ്രത്യേകത. എങ്ങനെ ഇത്രയും കോളനിയൊക്കെ ഉണ്ടാകുന്നത്? ഈ കോളനി ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം എങ്ങനെ ഈ കോളനി ഉണ്ടാകും? ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനല്ലേ നമ്മൾ ചോദിക്കേണ്ടതല്ലേ? അതൊക്കെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാകുന്ന ജാതിവാദമാണോ നമ്മൾ പറയേണ്ടത്? ഒരു കയ്യിലിരിപ്പല്ല, അത് സ്റ്റേറ്റിൻ്റെ നിർമ്മിതിയാണ്. ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1960കളിൽ കേരളീയ ഗ്രാമത്തിൽ ജീവിച്ചവർക്ക് വ്യക്തമായും അറിയാം, കേരളീയ സമൂഹം ഏതാണ്ട് ഏറെക്കുറെ തുല്യമായ അവസ്ഥയിൽ ജീവിച്ചു. എല്ലാ ജാതിയും നാട്ടുപുറത്ത് ചെറിയ വീടുകളിൽ പാടത്ത് പണിയെടുത്തും പറമ്പിൽ പണിയെടുത്തും മാവ് നിന്ന് മാങ്ങയിട്ടും ചക്കയിട്ടും പേരയ്ക്ക തിന്നും ഒക്കെ ജീവിച്ച, പുഴയിൽ നിന്ന് മീൻ പിടിച്ചും മീൻ കറി വെച്ച് കൂട്ടിയൊക്കെ ജീവിച്ച മനുഷ്യരാണ് മലയാളി സമൂഹത്തിൽ. ഒത്തുമായ ഗൾഫൊന്നും ഉണ്ടായത്. അതിന് കാരണമില്ല, ഭൂപരിഷ്കരണം അതിൻ്റെ കാരണം. ആ ഭൂപരിഷ്കരണത്തിലൂടെ ചില വിഭാഗങ്ങൾക്ക് ഭൂമി കിട്ടിയപ്പോൾ അവരുടെ ജീവിതം മെച്ചപ്പെട്ട് അവരുടെ ജീവിതം കുറച്ചുകൂടി സുഘടിതമായി. കിട്ടാതെ പോയവർ പുറകോട്ട് പോയി. അവർക്ക് വേണ്ടി കോളനി ഉണ്ടാക്കി. അത് 30,000 40,000 50,000. ഈ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ് ഈ ഡിസ്ക്രിമിനേഷൻ. ഇത് അല്ലാതെ ഏതെങ്കിലും സമുദായം ചതിച്ചതല്ല. കേരളത്തിലെ ദലിതരെ, ആദിവാസികളെ ഏതെങ്കിലും സമുദായം ചതിച്ച് ഗവൺമെൻറ് പോളിസിയാണ് അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം. ആ പോളിസി തിരുത്തണം. എല്ലാവരെയും പൗരന്മാരായി കാണുന്ന കാസ്റ്റിൻ്റെയോ ജെൻഡറിൻ്റെയോ റേസിൻ്റെയോ ഒക്കെ പേരിൽ ആരും ഒഴിവാക്കപ്പെടുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട സ്റ്റേറ്റാണ്. അത് ചെയ്തില്ല. അത് ചെയ്യുന്നതിൽ ജാതി എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ളവർക്ക് ജാതി എന്താണെന്ന് പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ പറയുന്നില്ല. അവർക്കത് മനസ്സിലായില്ല. അവരുടെ എഴുത്തുകൾ വായിച്ചാൽ നമുക്ക്, പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അവർക്കത് സമഗ്രമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വലിയ വീഴ്ചയാണ് അതിനുണ്ടായത്. അവരുടെ സമൂഹം വളരെ വലിയ ഏകപക്ഷീയതകളിലേക്ക് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. മനുഷ്യൻ ഇൻഹ്യൂമനായ പ്രകൃതത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ജാതി ജീവിതത്തെ പൂർണ്ണമായും കുടഞ്ഞു കളയാൻ മലയാളിക്ക് കഴിയാതെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ, ഈ കഴിവിൽ നിന്ന് മലയാളികൾ പുറത്തു വരണമെങ്കിൽ ഇത് തുറന്ന് സംസാരിക്കാനും ഇതിനെക്കുറിച്ച് മോർ കോൺഷ്യസ് ആയിരിക്കാനും വ്യക്തികളെന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് നാളിതുവരെയുള്ള എൻ്റെ സാമൂഹിക ഇടപെടലിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം. ഇത് ഏതെങ്കിലും വിഭാഗത്തിന് മാത്രം പരിഹരിക്കാവുന്നൊരു കാര്യമല്ല. ഏതെങ്കിലും വിഭാഗം മാത്രം അനുഭവിക്കുന്ന കാര്യമല്ല. അതിനൊക്കെ അപ്പുറം നമ്മളെല്ലാവരും പങ്കാളികളായിട്ട്, നമ്മളെല്ലാവരും പകർന്നാടുന്ന വേഷങ്ങൾ തന്നെയാണ് ജാതി ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരായിരിക്കാൻ, മോർ ഹ്യൂമൻ ആയിരിക്കുന്നതും തടയുന്നൊരു വ്യവസ്ഥയാണ്. അതിനെ റദ്ദ് ചെയ്തുകൊണ്ട്
കൂടുതൽ ഹ്യൂമൻ ആയിരിക്കുവാൻ, കൂടുതൽ സാഹോദര്യ ബോധമുള്ള ബീയിങ്സ് ആയിരിക്കുവാൻ. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ ബിക്കമിങ്. അതൊരു ബീയിങ്നെസ് മാത്രം, അത് ഓൾവേസ് എ ബിക്കമിങ്. ഹ്യൂമൻ ബീയിങ് എപ്പോഴും പരിണമിച്ചു കൊണ്ടിരിക്കുന്നൊരു വസ്തുവാണ്. ആ പരിണാമം യഥാർത്ഥ ആകണമെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ജനാധിപത്യവും, ഇതാരെയോടെങ്കിലുള്ള ഒരു മത്സരത്തിൻ്റെയോ തർക്കത്തിൻ്റെയോ പ്രശ്നമില്ല. ഇതിനകം നമ്മളെല്ലാവരും പരസ്പരം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ പരസ്പരം പങ്കുവയ്ക്കേണ്ട അറിവാണിത്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമുള്ള ഒരു സന്നദ്ധതയിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ വളരേണ്ടത്. എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ തത്വശാസ്ത്രത്തിന് ഉത്തരമുണ്ടെന്നുള്ള വാദമല്ല നമ്മൾ ഉന്നയിക്കേണ്ടത്. നമ്മളെല്ലാവരും മോർ ഹ്യൂമനായ, മോർ ഫർട്ടേണായ ഒരു സമൂഹം, വിദ്വേഷത്തിൻ്റെ സമൂഹത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മനുഷ്യനതേ ആവശ്യമുള്ളത്. ഈ പറഞ്ഞുകൊണ്ടൊന്നാണ് മനുഷ്യന് സമാധാനപൂർണ്ണമായ ജീവിതമാണ് മനുഷ്യന് ആവശ്യമുള്ളത്. അതിനുവേണ്ടിയാണ് മനുഷ്യരെ കഷ്ടപ്പെടുന്നത്. അപ്പം അത് പ്രദാനം ചെയ്യാൻ നമ്മൾ ഇൻഡിവിജ്വൽസ് എന്ന നിലയിൽ നമുക്കും കോൺട്രിബ്യൂട്ടറി ആയിരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ആദ്യം അഭിപ്രായ വ്യത്യാസങ്ങളല്ല, അഭിപ്രായ ഐക്യത്തിന് വേണ്ടിയുള്ള വഴികളാണ് പ്രത്യേകിച്ച് സമകാലീന രീതിയിൽ നമ്മൾ കൂടുതൽ ഉറപ്പിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞു എൻ്റെ വാക്കുകൾ നിർത്തുന്നു.